ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോകളെക്കാൾ അപേക്ഷിച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളാണ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് കാരണം ഞാൻ കുറേ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ ചെയ്യണ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ ജർമ്മനിയിൽ എത്തിയതുകൊണ്ട് ശരിക്കുള്ള ഇപ്പോൾ നോർമൽ എല്ലാവരുടെയും സ്റ്റുഡൻസിൻ്റെ ലൈഫും കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യേ. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കുക, നല്ല ജീവിതം നയിക്കുന്നു, കറങ്ങാൻ പോകുന്നു, ട്രാവൽ ചെയ്യുന്നു. ഇത് മാത്രമാണ് ജർമ്മനിയിൽ നിന്നുള്ള ഒരു രീതിയിൽ ഉള്ള ഇതാണ്. ഐ മീൻ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പലർക്കും തോന്നാം ട്രാവൽ വീഡിയോസും പിന്നെ നമ്മൾ പിള്ളേരെ കൂടി ചില്ല് ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെയാണ് നമ്മൾ. അപ്പോൾ ആക്ച്വലി ജർമ്മനി ഇങ്ങനെയല്ല. ജർമ്മനിയുടെ ഒരു ഡാർക്ക് സൈഡ് വേറൊരു സൈഡിലുണ്ട്. ഡാർക്ക് സൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സത്യാവസ്ഥയായിട്ടുള്ള ഒരു മുഖമുണ്ട്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളത് ജർമ്മനിക്ക് പഠിക്കാനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം അതിൻ്റെ പ്രോസസ്സിലൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ജർമ്മനിക്ക് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് ജർമ്മനി എന്നുള്ള ഒരു കൺട്രിക്കാണ് പോണേ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാനാണോ ജർമ്മൻ കോഴ്സാണോ പഠിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിലും ശരി, ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ കോളേജുകാർക്ക് IELTS മതി, ജർമ്മൻ വേണ്ട. അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയാൽ പോലും എന്താ പറയുക, ഇംഗ്ലീഷ് തോട്ട് ക്ലാസ്സുകളിലാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലത്തെ ഏജൻസികളും അല്ലെങ്കിൽ ഇവിടെയുള്ള പയ്യന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ജർമ്മനിക്ക് അഡ്മിഷൻ കിട്ടി വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. ഇവിടെ ജർമ്മൻ ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ മ്യൂണിക്കിലാണ് നിൽക്കുന്നത്. മ്യൂണിക്ക് വലിയൊരു സിറ്റിയാണ്. ഇവിടെ ഒരു 70% ജർമ്മൻസിന് ഇപ്പോൾ പ്രായമായവർക്ക് പോലും ഇംഗ്ലീഷ് അറിയാം. ഐ മീൻ ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും അവരുടെ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് അവർ ഇംഗ്ലീഷ് സംസാരിക്കും. അല്ല, നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിനാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവർ സംസാരിക്കത്തില്ല, ജർമ്മൻ തന്നെ അവർ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ജർമ്മൻ പഠിച്ചിട്ടേ ഇവിടേക്ക് വരാൻ പാടുള്ളൂ. ഇപ്പോൾ റൂറൽ വല്ല ഏരിയാസാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ ചിന്തിക്കേ വേണ്ട, അവിടെ ഒരു മനുഷ്യ കുഞ്ഞിനും എന്താ പറയുക ഇംഗ്ലീഷ് അറിയാൻ പോണില്ല. സോ അപ്പോൾ ജർമ്മനിക്ക് വരാൻ ആഗ്രഹമുള്ളവർ ആദ്യം പഠിക്കേണ്ട കേസ് ജർമ്മൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടേക്ക് വരുന്നവരെല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, പഠിപ്പ് കഴിഞ്ഞ വഴിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്ത് വരുന്നവരല്ല നമ്മളിൽ ഭൂരിഭാഗം പേരും. 90% പേരും 10% നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ 90% ആൾക്കാർക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ പഠിച്ചിട്ട് വന്നിട്ട് തന്നെ കാര്യമുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കും ഇവിടെ വന്നിട്ട് കുറച്ച് കാലം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞാൽ ഹിന്ദി പഠിക്കാം, തമിഴ് പഠിക്കാം, അതുപോലെ ജർമ്മൻ വന്നിട്ട് പഠിക്കുക എന്നുള്ള കാര്യം ആരും വിചാരിക്കേണ്ട, നടക്കില്ല. ഞാനിവിടെ വന്നിട്ട് ഒരു 1.5 വർഷത്തോളം ആവാറായി. എനിക്ക് ജർമ്മൻ കുറച്ച് ഇത്രയും കാലമായിട്ട് കുറച്ചൊക്കെ ഇപ്പം എന്താ പറയുക, ചെറിയ രീതിയിൽ കേട്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ തട്ടിമുട്ടി പോകാനുള്ള ജർമ്മൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അല്ലാതെ ജർമ്മൻ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ജർമ്മൻ കേട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇതുവരെ 1.5 വർഷമായിട്ട് ഇതുവരെ ആയിട്ടില്ല. ഇവിടെ 2-3 വർഷമായിട്ട് വന്ന് നിൽക്കുന്നവരെ തന്നെ എനിക്കറിയാം. സ്റ്റുഡൻസ് പഠിക്കാതെ വന്നവർ കേട്ടോ, അതിൽ കൂടുതൽ കാലം നിൽക്കുന്നവരെ അറിയാം. പക്ഷെ അവർ ജർമ്മനൊക്കെ പഠിച്ചവരൊക്കെയാണ്. 10, 13, 15 വർഷമായിട്ടുള്ള ഫാമിലീസിനെയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിക്കാണോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കാണോ വരുന്നതെന്നുള്ളത് നിങ്ങളുടെ ഇത്. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് യാതൊരു ഏജൻസികളുടെയും പിന്നാലെ പോവാതെ ഈ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയം നമ്മുടെ വീട്ടിലിരുന്ന് കേരളത്തിലിരുന്ന് എന്താ പറയുക സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അത്രയും എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുക, കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരുടേതായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അതിൽ പോയിട്ട് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക. കാരണം പല ഏജൻസികളും കുട്ടികളുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം 4 ലക്ഷം രൂപ മേടിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ മേടിച്ച് കൊടുക്കുന്നത് അത്രയും മോശപ്പെട്ട യൂണിവേഴ്സിറ്റി. പിന്നെ എന്താ പറയുക, പട്ടിക്കാടുകൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കാട്ടുമുക്ക്, അത്രയും റൂറലായിട്ടുള്ള മനുഷ്യക്കുഞ്ഞൊന്നും ഇല്ലാത്ത പോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ആൾക്കാർക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ഇവർ ഓരോ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പേരിന് ജർമ്മനിയിലാണ് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിട്ട് പെട്ടവരും കാര്യങ്ങളും കുറേ പേരുണ്ട്. കാരണം ജർമ്മനിയിൽ നിന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാർ ജർമ്മനിയിലെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് ഇതിനെ വിചാരിച്ചിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഈ റൂറലായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വിൻ്ററൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ജർമ്മനിയായിട്ട് നമുക്ക് വരണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് നമ്മൾ വരുന്ന യൂണിവേഴ്സിറ്റി എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഏതാണ് എന്നെല്ലാം ക്ലിയറായി നോക്കി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം മാത്രം വരാൻ നോക്കുക. പ്ലസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇതേ ഉള്ളൂ. കാരണം ഇപ്പം ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്ന് പഠിക്കാം, എഡ്യൂക്കേഷൻ ചെയ്യാം എന്ന് പ്ലാനുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ആളുടെ അഡ്മിഷനും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അതില്ലാത്ത ഒരാൾ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇനി എൻ്റെ കേസ് ഞാൻ പറയാം. ഞാൻ ഒരു ഏജൻസി വഴി വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് വന്നിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് ട്രാൻസ്ഫർ ആയ ഒരാളാണ്. അങ്ങനെയും പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഏജൻസികൾ ഏത് ഏജൻസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മിക്ക ഏജൻസികളും നമുക്ക് അവിടുന്ന് നാട്ടിലുള്ള ഇപ്പോൾ ഭയങ്കര ഓഫറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇവിടെ എത്തി കഴിഞ്ഞാൽ അക്കോമഡേഷൻ ശരിയാക്കി തരാം, ജോലി പാർട്ട് ടൈം ശരിയാക്കി തരാം. ഇതൊന്നും അവർ ചെയ്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആരും നിൽക്കണ്ട. മെജോറിറ്റി ഓഫ് ഏജൻസികൾ ഒന്നും ചെയ്തു തരാൻ പോണില്ല. ജസ്റ്റ് അവർ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എയർപോർട്ട് വിസ നമുക്ക് അപ്രൂവലായി കിട്ടിയത് വരെയുള്ള പരിപാടികൾ അവർ ആക്ച്വലി ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കൈയൊഴിയുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനും നിൽക്കരുത്. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും റൂറൽ ഏരിയാസിലായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇപ്പം മ്യൂണിക്കിൽ ഇവിടെ TUM ഉണ്ട്, LMU ഉണ്ട്, ഇതൊക്കെ സിറ്റിയിലകത്ത് തന്നെയാണ്. പിന്നെ ബവേറിയയിലുള്ള കോളേജുകളും ബാക്കിയൊക്കെ കുറേ ദൂരെയാണ്, സിറ്റിയിലൊന്നല്ല. അപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാനും അതുപോലെ പല പല കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് പുതുതായിട്ട് ഒറ്റയ്ക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്താ പറയുക, കോണ്ടാക്റ്റ് വഴിയൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ പാർട്ട് ടൈമിന് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള കുറേ കമ്പനീസ് ഉണ്ട്. ആമസോൺ, ഫ്ലിങ്ക്, അങ്ങനെ കുറേ വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം നമ്മൾ വെയിറ്റൊക്കെ ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് ജോലി കിട്ടുക കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നമുക്കിവിടെ അറിയണ ആർക്കെങ്കിലൊക്കെ ഉണ്ട്, മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ സിറ്റികളിൽ മാത്രം. ബാക്കി റൂറൽ ഏരിയകളിൽ ജോലി കിട്ടുന്ന കാര്യം യാതൊരു നിവൃത്തിയില്ല. പിന്നെ ഇവിടെ ഉള്ള പയ്യന്മാർ റൂറൽ ഏരിയയിൽ സ്റ്റഡി ചെയ്യുന്നവർ, ജോലി കിട്ടാത്തവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ ക്ലാസ്സിന് പോയി ബാക്കിയുള്ള വീക്കെൻഡിൽ ശനി ഞായറും പാർട്ട് ടൈം വർക്ക്, അതായത് ശനിയാഴ്ച 10 മണിക്കൂറും ഞായറാഴ്ച 10 മണിക്കൂറും വർക്ക് എടുത്ത് പിന്നെ തിങ്കളാഴ്ച പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ജർമ്മൻ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ കോളേജിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ഉള്ളൂ എൻജോയ് ചെയ്യാനുള്ളത്. ആ 2 ദിവസവും 10 മണിക്കൂർ വെച്ച് വർക്കിന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടെ വന്നത് നമ്മുടെ നരകമായി പോകും. അപ്പം അതുകൊണ്ട് വരുമ്പോൾ നമ്മൾ വരുന്ന കോളേജ്, അതുപോലെ ലാംഗ്വേജ്, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നോക്കി, അല്ലെങ്കിൽ ഇവിടെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് വരാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വെച്ചു, പ്രൈവറ്റിലാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ, മാർക്ക് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് വരിക. നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നോക്കുക. പിന്നെ ഇൻ കേസ് ഇവിടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. കാരണം ഞാൻ നാട്ടിൽ നിന്നിട്ട് എനിക്ക് പബ്ലിക്കിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നല്ല, കിട്ടില്ല എന്ന് നമ്മുടെ ഏജൻസി പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചു. നമ്മളത് ഓക്കെ, ആ രീതിയിൽ നമ്മൾ
പ്രൈവറ്റിൽ അഡ്മിഷൻ എടുത്തിട്ട് വന്നേ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് പബ്ലിക്കിൽ അഡ്മിഷൻ കിട്ടി. അതും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏജൻസികളിൽ ഒന്നാണ്. ഏജൻസികളിൽ ഒന്നല്ല, അത്രയും വലിയൊരു ഏജൻസിയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ, കാരണം ഏജൻസി എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല, അതൊരു സത്യാവസ്ഥയാണ്, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. പക്ഷേ ഏജൻസികൾക്ക്, ഏത് ഏജൻസി ആയാലും അവർക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാവുന്നതാണ്. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഈ ഏജൻസികൾക്ക് പൈസ കൊടുക്കുന്നത്. പബ്ലിക്കിലേക്ക് എടുത്ത് തരുമ്പോൾ അവർക്ക് അഡ്മിഷൻ എടുത്ത് തന്നാലേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പബ്ലിക്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പറയും പബ്ലിക്കിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറേ യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യണം. പ്രൈവറ്റ് ആകുമ്പോൾ ജസ്റ്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും 90% ഏജൻസികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാനേ പറ്റുള്ളൂ എന്നും, അല്ലെങ്കിൽ അതാണ് നല്ലതെന്നും, വേഗം അഡ്മിഷൻ കിട്ടാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇൻ കേസ് പബ്ലിക്കിലായാലും പ്രൈവറ്റിലായാലും ഏജൻസികളുടെ പിന്നാലെ പോകാതെ നിങ്ങൾ സ്വന്തമായിട്ട് അത് കോളേജ് ഏത് വേണം അല്ലെങ്കിൽ ഏത് കോഴ്സ് വേണമെന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ IELTS ആണെങ്കിൽ IELTS, പിന്നെ APS എന്നുണ്ട് ഇത് വേണം, പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാര്യം, ഇതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങളുള്ളൂ, വേറൊരു ആവശ്യമില്ല. എല്ലാം അപ്രൂവലായി നമ്മുടെ എൻറോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസ ആപ്ലിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. യാതൊരു ഏജൻസിയുടെ ആവശ്യമില്ല. ഇപ്പോൾ യാതൊരു റിസ്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏജൻസിയുടെ അടുത്ത് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏജൻസികൾ പറയുന്നത് നമ്മൾ കേട്ട് വിശ്വസിക്കുക. അവർ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുക, അത്രേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളുണ്ട്. പലരും എന്താ പറയുക ഒരുപാട് പൈസയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ പല ഏജൻസികളും കുറേ പറ്റിപ്പൊക്കെ നടത്തി പല പല പ്രശ്നങ്ങളെത്തി പല ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ടും പലരുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാനിതൊക്കെ വന്ന് പറയാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തത്. കാരണം എൻ്റെ വീഡിയോസ് മുമ്പ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഇങ്ങനത്തെ, അതായത് ജർമ്മനി കാര്യങ്ങളെ പറ്റി ഞാൻ പറയാണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. കാരണം കുറേ പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ ജർമ്മൻ മലയാളി ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പോഴാണ് പിന്നെ പിള്ളേർ പറഞ്ഞത് ഇങ്ങനത്തെ രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യേ, അത് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് മനസ്സിലാവും. കാരണം എല്ലാവരും ശരിക്കുള്ള കാര്യങ്ങൾ വിളിച്ച് പറയണമെന്നില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും പിന്നെ ഇവിടുത്തെ എക്സ്പെൻസസ്, പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി നമുക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് മാറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഓരോരോ വീഡിയോസായിട്ട് ഇനി ചെയ്യാം. അപ്പോൾ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ ഇനിയും വീക്കിലി, അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസ് എങ്കിലും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് ആ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജർമ്മനി സ്വർഗ്ഗമാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കരുത്. പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിക്കാതെ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഒരു ലാംഗ്വേജ് പഠിക്കാതെ വരാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജ് പറ്റിയേ പറ്റൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പുതിയ പുതിയ വീഡിയോസായിട്ട് വരും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കുറേ വീഡിയോസ്, നമ്മൾ ട്രാവൽ വീഡിയോസ്, ആംസ്റ്റർഡാം, അങ്ങനെ കുറച്ച് കൺട്രീസും നമ്മുടെ ജർമ്മനിയിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളുണ്ട്, അതെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.